everyone, I am Zana Hashim and welcome to my channel Zanash. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ തിയറി പാർട്ടൊന്നുമല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഐ എം ഗോണ ഡിസൈൻ എ ഡ്രസ്. ഇപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് പാർട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഡിസൈനിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കും പിന്നെ പുതിയ പുതിയ ഡ്രസ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന മോഡലിൻ്റെ പിക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ആ ഒരു മോഡലിൻ്റെ ഏകദേശം ഒരു ഫാബ്രിക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് വേണമെങ്കിൽ ഇതൊരു പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ഡ്രസ് മേക്കിംഗ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു പാറ്റേണിൻ്റെ പിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഒരു പാറ്റേണ്. ഈ ഒരു മോഡലാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് പ്ലേറ്റഡ് ഡ്രസ്സാണ്. അപ് ടു നീ ലെങ്ത് വരെ വരുന്ന ഒരു ടയേർഡായിട്ട് വരുന്ന ഒരു ഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പാറ്റേണാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ദിസ് ഈസ് ദ ഫാബ്രിക് ദാറ്റ് ഐ ഹാവ്. അപ്പം അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു ഫാബ്രിക്കാണിത്. റയോൺ ആണ് മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ മെഷർമെൻറ്റ്സ് ആവശ്യമായിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പം ലാർജ് ടു എക്സൽ ആ ഒരു സൈസിൽ വരുന്നതാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത്, അതായത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 36 ഇഞ്ചാണ്. ഞാനിവിടെ ഇപ്പം എല്ലാം ഇഞ്ചസിലാണ് മെഷർമെൻറ്റ്സ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് 5 പാർട്ടായിട്ടാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. യോക്ക് പാർട്ട്, പിന്നെ അതിൻ്റെ 3 ഫ്രില്ല്, പിന്നെ സ്ലീവ്, അങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നേരെ കട്ടിങ് പാർട്ടിലേക്ക് കിടക്കാം. കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മസ്റ്റായിട്ട് ഫാബ്രിക് അയൺ ചെയ്തിരിക്കണം. കാരണം ഇത് ചുളിവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ ചുളിവ് വെച്ചിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കട്ടിങ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ യോക്കിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ 3 ഫ്രിൽസും കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്ലീവും വേണം. അപ്പോൾ 2 സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആ ഒരു മെഷർമെൻറ്റ്സിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നെക്ക് ഞാൻ ഫിനിഷ് ചെയ്യുന്നത് ക്രോസ് പീസ് വെച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പം ഞാൻ ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു യോക്ക് പോർഷൻ്റെ ഷോൾഡേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്രോസ് പീസുകളൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം നെക്ക് ഫിനിഷ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ യോക്കിൻ്റെ റൈറ്റ് സൈഡിൽ ക്രോസ് പീസ് വെച്ചതിന് ശേഷം അടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നേരെ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് അവിടെ മടക്കി അടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രില്ല് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു നീഡിലെടുത്തിട്ട് നമ്മുടെ ഫൂട്ടിൻ്റെ ആ ഒരു ഇത് താത്തി പിടിച്ചിട്ട് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഞാനിവിടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് ഏറ്റവും മാക്സിമത്തിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഞാനിവിടെ 5 വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫ്രില്ല് നല്ല വൃത്തിക്ക് തന്നെ നല്ല ഈക്വൽ ആയിട്ടുള്ള ഫ്രില്ല് കിട്ടുന്നതാണ്. ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ടൈമും നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഫ്രില്ലിന് വേണ്ടി കട്ട് ചെയ്തിട്ടുള്ള ക്ലോത്തിലൊക്കെ നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് യോക്കിലേക്ക് നമ്മൾ ഫസ്റ്റ് ഫ്രില്ല് അറ്റാച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്രില്ല് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഫ്രില്ലിൻ്റെ താഴ്ഭാഗത്തായിട്ട് സെക്കൻഡ് ഫ്രില്ല് അറ്റാച്ച് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ താഴെ തേർഡ് ഫ്രില്ല്. ഇങ്ങനെ ബോഡിയുടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പാർട്ടിൽ ഇതുപോലെ ഫ്രില്ലുകൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ഫ്രില്ലിൻ്റെ ബോട്ടം പാർട്ട് ഫിനിഷ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മടക്കി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വി വാണ്ട് ടു അറ്റാച്ച് ദ സ്ലീവ്. ഇനി നമുക്ക് എൻഡ് ഓഫ് ദ സ്ലീവ് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സ്ലീവിൻ്റെ അറ്റത്ത് ഇലാസ്റ്റിക് വെച്ചിട്ടാണ് അടിക്കുന്നത്. ബിക്കോസ് നമ്മുടെ റെഫറൻസ് പിക്ചറിൽ ഫുൾ സ്ലീവ് വിത്ത് ഇലാസ്റ്റിക് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് വെച്ച് അടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം പാർട്ട് മടക്കി അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് ഇലാസ്റ്റിക് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്ലീവ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോകാം. അതായത് നമ്മുടെ ടോപ്പിൻ്റെ 2 സൈഡും ജോയിൻ ചെയ്യാം. ഫൈനലി നമ്മുടെ ഡ്രസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി ടു സീ ദിസ് ബിക്കോസ് ആ ഒരു റെഫറൻസ് പിക്ക് നോക്കിയിട്ട് ഞാൻ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്കം എനിക്ക് ഏകദേശം അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ഐ എം സോ ഹാപ്പി. സോ ലെറ്റ്സ് സ്റ്റൈൽ ഇറ്റ്. ഓക്കെ.